ഭാഗ്യയുടെ ശമ്പളം 5 ഡോക്ടർ ഞാനൊരു 12, 13, 14 കഴിച്ചിട്ടുണ്ട്. 18 ഒന്നും കഴിക്കാൻ പറ്റി. ബിരിയാണി നാരങ്ങ അച്ചാർ, പായസം. ഞാൻ ജിലേബി ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ഇളനീർ പായസം അങ്ങനെ കോരി പൊടിച്ചു. ഞാൻ വെജിറ്റബിൾ സൂപ്പാണ്. മത്തൻ സൂപ്പാണ്. മത്തൻ അത് നൈസ്. എനിക്കൊന്ന് എപ്പോഴും അതിനകത്ത് പെപ്പറിട്ട് കഴിക്കുന്നതാണ് നല്ലത് സൂപ്പിന്. മത്തൻ നമുക്കിട്ട് കഴിച്ചാൽ ആയുർവേദിക്കാണ്. മെഡിസിൻ ഫില്ലിങ്ങും ആയില്ല, എന്നാൽ ബീഫ് ഫില്ലിങ് അല്ലേ? ഫില്ലിങ് എക്സ്പീരിയൻസ് ആയില്ല. ബട്ട് ഓൾ ഫില്ലിങ്. സുജുവൊക്കെ 3 പ്രാവശ്യം കഴിച്ചു. നൈസ്. എല്ലാവർക്കും ഫുഡ് ഉണ്ടായി. അധികം അല്ല എനിക്ക് മറ്റേതാണ്. ഒരു 100 പേർക്ക് വന്നിട്ട് ഫുഡ് ഇല്ല എന്ന് പറഞ്ഞ് അയക്കണം. അതാണ് എനിക്കിഷ്ടം. ഫുഡിന്റെ വില ഒരു അരിമണി വേസ്റ്റ് ആവാൻ പാടില്ല. പക്ഷെ വരുന്നവർക്ക് നമ്മൾ കൊടുത്തില്ല എന്ന് പറയുമ്പോഴേ ഒരു കുഴപ്പമില്ല, അതിനെ സഹിക്കും. അതാണ് ശരിയാണ്. നമ്മൾ ലേറ്റായി അല്ലെങ്കിൽ ആ ഫുഡ് കണ്ടോ കളഞ്ഞില്ല, അതാണ് വേണ്ടത്. പഴയ കോൺസെപ്റ്റൊക്കെ പോയി. ആദ്യം മര്യാദ എന്ന് പറയുന്നത് പഴയ കോൺസെപ്റ്റ് ഇല്ല. ഇപ്പോൾ വി ഷുഡ് നോട്ട് വേസ്റ്റ് ഫുഡ്. നമ്മളൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പണിയെടുക്കുന്ന രാജ്യം. നമ്മൾ കാണുന്നത് സൊമാലിയ, ആഫ്രിക്കയിലെ ഒട്ടുമിക്ക പിന്നോക്ക രാജ്യങ്ങൾ, പിന്നോക്ക പ്രദേശങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങളുടെ അനീമിക്കായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ ചങ്ക് അറിയണം. അപ്പോൾ നമ്മളിവിടെ കയ്യിലിങ്ങനെ അവസാനം ഞാൻ ചെയ്യുന്നതാണ്. കയ്യിൽ പോലും ഒരു അരിമണി പ്ലേറ്റ് വടിച്ച് ഗുരുവായൂരാണെങ്കിലും കറക്റ്റായി. ഗുരുവായൂർ ഒരു 200 മില്യൺ എനിക്ക് തോന്നുന്നു അവിടെ കൊടുത്തു. അല്ല ഞാൻ തികയില്ല എന്ന് പറഞ്ഞ് ഫുഡ് ഇല്ലാതെ ഒരു 200-500 പേരെ അയക്കണം എന്ന് പറഞ്ഞ് ചെയ്ത് അവർ കൂടുതൽ ചെയ്യും. ഞാൻ 1500 കാൽക്കുലേഷൻ കറക്റ്റായിരുന്നു. ഇവിടെയും അത് മതിയായിരുന്നു. ആദ്യത്തെ റൗണ്ട് ഉടനെ തന്നെ ഒരു 250 എക്സ്ട്രാ സതീഷ് എടുക്കണം. അപ്പം ഞാൻ പേടിച്ചു. ഞാൻ പറഞ്ഞു ശരിയെന്ന്. അത് ആ 200 എക്സ്ട്രാ 200 ഫുഡ് നല്ല കാരവാനിലുണ്ടായിരുന്നു. ശരിക്കും ഗോകുല് പറയാറില്ല ചേട്ടൻ അല്ല ഒരുമിച്ച് പോകണം എന്നാ പറഞ്ഞു. ഗോകുലിയുടെ ഒന്നിച്ച് പോകണം. ബാക്കിയുടെയൊക്കെ വണ്ടി ഇറങ്ങി
കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.